ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി ചട്നിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വറക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം. ഇനി ഞാനിതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ടൊമാറ്റോയുടെ പുളി പോരെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം പുളി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പുളി ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി അതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2-3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. നമുക്ക് ഈ ചട്നിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുള്ളൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കും. ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ ചട്നിയിലേക്ക് കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.